അതെന്താണോടാ? ഇതും കൊണ്ടാ ഉണ്ടാക്കി തരാം. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അപ്പം തന്നെ നടത്തി കൊടുക്കണം എന്നുള്ള പോളിസി എനിക്കില്ലാത്തതായിരുന്നു. പക്ഷെ ഇന്നെന്തോ ക്ലേ വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്മൂസിന് ഡൈനോസറിനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ കുറച്ച് ക്ലേ കൊണ്ടുള്ള കമ്മലും മാലയൊക്കെ ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാനിങ് കേട്ടോ. അപ്പോൾ എന്തായാലും തീർക്കുന്നില്ല ക്ലേ, നമുക്ക് ആവശ്യത്തിനുള്ളത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ അമ്മൂസിന് ഡൈനോസർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്ത് നോക്കാൻ പോകുന്നത്. ഡൈനോസർ ആവോ കാക്കയാവോ കൊക്കാവോ എന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആയുധങ്ങളൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ട് നമ്മളിതാ വർക്കിലോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൈനോസറിൻ്റെ ഷേപ്പിൽ ആദ്യം പേപ്പറുകളൊക്കെ ഇങ്ങനെ ചുരുട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അരികിൽ തന്നെ അമ്മൂസും വന്നിരിപ്പുണ്ട് കേട്ടോ. അമ്മൂസ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഡൈനോസർ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നീടാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ആ പേപ്പറല്ല ആദ്യം ചുരുട്ടിക്കൂട്ടി എടുക്കേണ്ടത്. ആദ്യം നമ്മൾ കമ്പി വേണം ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിൽ. അപ്പോൾ നമ്മുടെ കെട്ടുകമ്പിക്ക് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ 2 ലെയറായിട്ട് എടുത്തിട്ട് ഒറ്റ ലെയറാക്കി മാറ്റുകയാണ്. ഞാൻ ഇതിങ്ങനെ ഒന്ന് തിരിച്ചപ്പോഴേക്കും എൻ്റെ നെറ്റിയിൽ ഒറ്റ കൊള്ളൽ. പക്ഷെ അന്നേരം വേദന മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്തില്ല. ക്യാമറ തിരിച്ച് വെച്ച് ഞാൻ പിന്നെയും പണിയിലേക്ക് കടന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ തലയിൽ കൂടി വെള്ളം ഒഴുകുന്ന പോലെ. ഞാൻ വിചാരിച്ചു ഫാൻ ഇട്ടിട്ട് ചൂടെടുത്തിട്ട് ഞാൻ വിയർക്കുന്നതാണോ എന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ തലയിൽ കൂടി ചോര വരുന്നത്. ദൈവമേ, എൻ്റെ തല പൊട്ടിപ്പൊളിക്കേന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷനായിപ്പോയി. പിന്നെ എനിക്ക് പയ്യെ തലചുറ്റിലൊക്കെ വന്നു. അപ്പോൾ എൻ്റെ ചേട്ടായി എന്നോട് പറഞ്ഞു, ഇനി കുറച്ച് നേരത്തേക്ക് പ്രാന്തൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാം എടുത്ത് വെച്ച് 2ഉം പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. ചോര കണ്ടാലൊന്നും അങ്ങനെ തളർന്നു പോകുന്ന ആൾക്കാരല്ല നമ്മളന്ന്, നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വാശി കൊണ്ട് കൂടുതൽ ഒരു ഊർജ്ജസ്വലതയായി ഞാൻ പിന്നെയും ഇതുണ്ടാക്കാൻ വന്നിരുന്നു. റെസ്റ്റൊന്നും എടുത്തില്ല കേട്ടോ. അമ്മൂസിൻ്റെ ആഗ്രഹമല്ലേ അങ്ങ് നടത്തി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഡൈനോസറിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വെക്കുകയാണ്. ഏകദേശം ഡൈനോസറിനെ പോലെ ആയില്ലേ ചേട്ടായി എന്നൊക്കെ പറയുമ്പോൾ ആയിട്ടുണ്ട് നീ ചെയ്തോ എന്നാണ് നമുക്ക് പുറകിൽ നിന്നുള്ള മറുപടി വരുന്നത് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു തരില്ല, അവസാനം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇതെല്ലാം ചുരുട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മൂസിൻ്റെ ഒരു ചോദ്യം, മമ്മി ഇതെന്തോന്നുണ്ട്? പേപ്പറൊക്കെ ചുരുട്ടി ഇങ്ങനെ വെച്ച് വന്നപ്പോൾ ഫൈനലി നമ്മുടെ ഡൈനോസർ കൊക്കായിട്ട് മാറിയിരിക്കുന്നു എന്ന സത്യം ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് കേട്ടോ. ഏത് കൊക്കിനെയും നമ്മൾ മാറ്റിമറിച്ചെടുക്കും എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ ക്ലേയും കൂടി അങ്ങ് അപ്ലൈ ചെയ്യുകയാണ്. ഇതിൽ അവിടെ ഇവിടെയും കുറച്ച് മസിൽസുകളൊക്കെ വെച്ച് വരുമ്പോൾ ഡൈനോസർ ആവും എന്നുള്ള വിശ്വാസത്തിൽ ഞാനങ്ങ് വർക്ക് തുടങ്ങി കേട്ടോ. അപ്പോൾ കാലാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തത് കേട്ടോ. കാലിൽ നിന്ന് തുടങ്ങിയാലല്ലേ പിന്നെ മേപ്പോട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു വഴിയൊക്കെ ആയി. താറാവിൻ്റെ പോലത്തെ വായാടി നീ ചെയ്യുന്നതെന്ന് ചോദിച്ചെന്നെ ചേട്ടായി ഒന്ന് കളിയാക്കിയായിരുന്നു. ഇനി ഇതിൻ്റെ മീതെ ക്ലേ വെച്ച് കഴിഞ്ഞാൽ ഡൈനോസറിൻ്റെ കഴുത്തൊടുങ്ങി പോകുമെന്ന് മനസ്സിലാക്കി ഒരു താങ്ങ് ഞാൻ കഴുത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചോറ് തിന്നാമെന്ന പ്ലാനിങ്ങിൽ വിശപ്പ് നമ്മളെ വല്ലാതെ വലച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വായിൻ്റെ പണി എത്ര വെച്ച് തീർത്ത് വെച്ചിട്ട് ബാക്കി ചോറ് തിന്നാൻ പോയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. ഇന്നാണ് 3 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞാൻ പിന്നെയും പണിയിലേക്ക് കടന്നു. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് മുള്ള കമ്പികൾ നിൽപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് മുള്ളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ ഡൈനോസറിൻ്റെ വായായിട്ട് ഞാൻ വായിലെ പല്ലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി ക്ലേ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലുകളൊന്നും അമർന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് പശ കൊണ്ട് ഒട്ടിച്ച് വെച്ചാലോ എന്നൊക്കെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഇനി ഇതിന് പെയിൻറ്റും കൂടിയൊക്കെ അടിച്ച് വരുമ്പോൾ ഏകദേശം ഡൈനോസർ ആവും. കണ്ണൊക്കെ എഴുതി കൊടുത്ത് മൂക്കൊക്കെ കുത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഡൈനോസർ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡൈനോസറൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒന്ന് അമ്മൂസിനെ കാട്ടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡൈനോസർ ആയാ അമ്മൂസ് ഉദ്ദേശിച്ച ഡൈനോസർ ആയാ? ഹാപ്പിയാണോ? വാലൊടിഞ്ഞൊന്നും പോവില്ല, അതങ്ങനെ വിട്ടിക്കണം. നമുക്ക് നാളെ പെയിൻ്റ് അടിച്ച് വെക്കാം കേട്ടാ. ഡൈനോസർ കടിക്കോ?
കടിക്കൂലേ? എവിടെ ഇങ്ങനെ കാണിച്ചേ? ക്ലേ കൊണ്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ ചെറിയ ചെറിയ വിള്ളലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നാളെ പെയിൻ്റ് അടിക്കാമെന്ന് പറയുമ്പോഴാണ് അമ്മൂസിനൊന്ന് സമാധാനമായത്. ആ വിള്ളൽ കണ്ടപ്പോൾ തന്നെ സങ്കടമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ എൻ്റെ ഒരു കഷ്ടപ്പാടാണ് കേട്ടോ. അത്ര വലിയ ആർട്ടിസ്റ്റൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.